I welcome all the 6th standard students to my social science class. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ ട്രാവലോഗ്സിനെ കുറിച്ച് അവരുടെ എന്താണ് ട്രാവലോഗ്സിൽ പറഞ്ഞിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. അപ്പം നമ്മൾ ആദ്യം ഇതിനകത്ത് ഈ ചാപ്റ്ററിൻ്റെ ആദ്യം പറഞ്ഞ ട്രാവലർ ആരാണ്? അൽബറൂണി എന്ന് പറഞ്ഞൊരു ട്രാവലർ. അദ്ദേഹം എവിടെ നിന്നാണ് വന്നത്? മധ്യ ഏഷ്യ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹമാണ് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്കൊരു വിവരണം തന്നത്. പിന്നീട് പറഞ്ഞ ട്രാവലേഴ്സ് മുഗൾ പീരീഡിലാണ് ഇന്ത്യ സന്ദർശിച്ചതും അതുപോലെ തന്നെ സുൽത്താനേറ്റ് പീരീഡിൽ ഇന്ത്യ സന്ദർശിച്ചതുമായ 2 ട്രാവലേഴ്സിനെ കുറിച്ച് നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. ഒന്ന് ഇബ്നു ബത്തൂത്തയാണ്. ഇബ്നു ബത്തൂത്ത മൊറോക്കൻ ട്രാവലർ who visited India during the Sultanate period. Then Radcliffe, the English traveler who visited India during the Mughal period. അപ്പോൾ ഈ 2 പേര് നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനെ കുറിച്ചാണ്? മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലെ ട്രേഡ് ആൻഡ് ഒക്കുപ്പേഷൻസ്, വാണിജ്യവും തൊഴിലും എന്നതിനെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഈ ഇബ്നു ബത്തൂത്തയും റാഡ്ക്ലിഫും നമുക്കായി തരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വർക്ക്ഷോപ്സ് അല്ലെങ്കിൽ തൊഴിൽ കേന്ദ്രങ്ങൾ ആണ്. അപ്പോൾ ഇതിനകത്തും തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരു ട്രാവലർ നമുക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ട്രാവലർ, അദ്ദേഹത്തിൻ്റെ പേരാണ് ബെർണിയർ. ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. Big rooms where carkhanas function are found in many places. Embroiderers working under a supervisor are found in one room. Goldsmiths in another. Dyers and cobblers work in different rooms. ഇപ്പം ബെർണിയർ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ചു. അദ്ദേഹം ഒരു ഫ്രഞ്ച് ട്രാവലറാണ്. അപ്പം നിങ്ങൾ ഈ ട്രാവലേഴ്സിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി പറഞ്ഞത് തന്നെ നിങ്ങളിത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ട്രാവലേഴ്സ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ട്രാവലേഴ്സ് അവർ ഏത് രാജ്യക്കാരാണ്, ഇതിനെക്കുറിച്ചുള്ള വിവരണമാണ് തന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ബെർണിയർ നമുക്ക് വർക്ക്ഷോപ്പിനകത്ത് അദ്ദേഹം മെയിനായിട്ട് പറയുന്നത് കാർഖാനാസ് ആണ്. കാർഖാനാസ് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് അദ്ദേഹത്തിൻ്റെ സഞ്ചാരക്കുറിപ്പ് ഒന്നുകൂടി വിശകലനം ചെയ്യാം. കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഒരു മുറിയിൽ ഒരു മേൽനോട്ടക്കാരൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന കുറേ ആൾക്കാർ, അതിൽ ചിത്രത്തുന്നൽ നടത്തുന്നവരെ കാണാം, അതുപോലെ തന്നെ സ്വർണ്ണപ്പണി നടത്തുന്നവരെ കാണാം, ചായം പൂശുന്നവരെ കാണാം, ചെരുപ്പുണ്ടാക്കുന്നവരെ കാണാം. ഇങ്ങനെ പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ബെർണിയർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമുക്ക് അന്നത്തെ വർക്ക്ഷോപ്സിനെ കുറിച്ചും, അതായത് തൊഴിൽ കേന്ദ്രങ്ങളെക്കുറിച്ചും ഒക്കുപ്പേഷണൽ ഗ്രൂപ്പ്സ്, തൊഴിൽ ഗ്രൂപ്പുകളെ കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് എന്താണ് കാർഖാനാസ്, വാട്ട് ഈസ് കാർഖാനാസ് എന്ന് നമുക്ക് നോക്കാം. Karkhanas were the centers that produced and supplied goods for the palaces of the Mughal kings and nobles. അപ്പം കാർഖാനസ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അത് ആർക്കൊക്കെയാണ് ഈ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്? മുഗൾ കിങ്സിൻ്റെയും നോബിൾസിൻ്റെയും പാലസുകളിൽ മുഗൾ ഭരണാധികാരികൾക്കും അതുപോലെ പ്രഭുക്കന്മാർക്കും ഒക്കെ വേണ്ടി സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന സെൻറ്ററിനാണ് നമ്മൾ കാർഖാനാസ് എന്ന് പറയുന്നത്. അപ്പം കാർഖാനാസ് എന്ന് വെച്ചാൽ എന്താ? മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങളാണ് കാർഖാനകൾ. കാർഖാനാസ് വെയർ ദ സെൻറ്റേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സപ്ലൈഡ് ഗുഡ്സ് ഫോർ ദി പാലസസ് ഓഫ് ദി മുഗൾ കിങ്സ് ആൻഡ് നോബിൾസ്. അപ്പം കാർഖാനാസ് എന്ന് വെച്ചാൽ മുഗൾ ഭരണാധികാരികളുടെയും അതുപോലെ തന്നെ പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്ക് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന സെൻറ്ററുകളാണ് കാർഖാനകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ കാർഖാനകളിൽ ഒരുപാട് ഗ്രൂപ്പുകൾ, തൊഴിൽക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെ തൊഴിൽക്കൂട്ടങ്ങളെക്കുറിച്ചാണ് ബെർണിയർ പറഞ്ഞിരിക്കുന്നത്? എംബ്രോയിഡറി വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതായത് എംബ്രോയിഡേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗോൾഡ് സ്മിത്ത്സ്, സ്വർണ്ണപ്പണിയിൽ ഏർപ്പെടുന്ന ആൾക്കാർ, ഡയേഴ്സ്, നിറം കൊടുക്കുന്ന ആൾക്കാർ, പിന്നെ കോബ്ലേഴ്സ്, ചെരുപ്പ് കുത്തികൾ. അപ്പോൾ ഇങ്ങനെ പല യൂണിറ്റുകളായിട്ട് തിരിച്ചാണ് ഓരോ കാർഖാനകളിലും ഇങ്ങനെ ഓരോ പ്രത്യേക യൂണിറ്റുകളുണ്ട്. അതൊരു വലിയ റൂമായിരിക്കും. ആ റൂമിൽ ഇവരെ നോക്കാനായിട്ടൊരു മേൽനോട്ടക്കാരൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മേൽനോട്ടക്കാരൻ്റെ കീഴിൽ ഇപ്പോൾ ഡയേഴ്സിനെ നോക്കാൻ ഒരു മേൽനോട്ടക്കാരൻ, ഗോൾഡ് സ്മിത്ത്സിനെ നോക്കാൻ ഒരു മേൽനോട്ടക്കാരൻ, ഇങ്ങനെ ഓരോ ഗ്രൂപ്പിനും ഓരോ മേൽനോട്ടക്കാർ ഉണ്ടായിരിക്കും.
അപ്പോൾ ഇവർ അവരുടെ ജോലികളൊക്കെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കുകയാണ് ഈ മേൽനോട്ടക്കാരുടെ ജോലി. അപ്പം ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ആർക്കൊക്കെയാണ് സപ്ലൈ ചെയ്തിരുന്നത്? ഭരണാധികാരികൾക്ക്, മുഗൾ റൂളേഴ്സിന്, പിന്നെ അതുപോലെ തന്നെ നോബിൾസിന്. അവരുടെ പാലസുകളിലേക്കാണ് ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുപോയിരുന്നത്. ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന സെൻറ്ററുകളാണ് ഖാർഖാനകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഖാർഖാനകൾ എന്താണ്? ഖാർഖാനാസ് വേർ ദ സെൻറ്റേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സപ്ലൈഡ് ഗുഡ്സ് ഫോർ ദി പാലസസ് ഓഫ് ദ മുഗൾ കിങ്സ് ആൻഡ് നോബിൾസ്. അപ്പം നമുക്ക് ഇന്നൊരു ചെറിയ ക്ലാസ്സാണ്, നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. വിച്ച് ഓക്കുപേഷണൽ ഗ്രൂപ്പ്സ് കുഡ് ബി ഫൗണ്ട് ഇൻ ദി ഖാർഖാനാസ്? ഖാർഖാനാസിൽ കാണപ്പെടുന്ന ഓക്കുപേഷണൽ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്ന്. എംബ്രോയിഡേഴ്സ് ഒരു ഗ്രൂപ്പാണ്, എംബ്രോയിഡേഴ്സ്. പിന്നെ അടുത്തത് ഗോൾഡ് സ്മിത്സ്, ദെൻ ഡയേഴ്സ്, ദെൻ കോബ്ലേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഓരോ ജോലി ചെയ്യുന്ന ഓരോ വിഭാഗക്കാർ ചേരുന്ന ഗ്രൂപ്പുകളായിട്ടാണ് ഖാർഖാനകൾ പ്രവർത്തിച്ചിരുന്നത്. അപ്പം റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഖാർഖാനാസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം നമ്മളത് ഇങ്ങനെ എഴുതും. ഖാർഖാനാസ് വേർ ദ സെൻറ്റേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സപ്ലൈഡ് ഗുഡ്സ് ഫോർ ദി പാലസസ് ഓഫ് ദ മുഗൾ കിങ്സ് ആൻഡ് നോബിൾസ്. ദ ഓക്കുപേഷണൽ ഗ്രൂപ്പ്സ് കുഡ് ബി ഫൗണ്ട് ഇൻ ദ ഖാർഖാനാസ് ആർ എംബ്രോയിഡേഴ്സ്, ദെൻ ഗോൾഡ് സ്മിത്സ്, ദെൻ ഡയേഴ്സ് ആൻഡ് കോബ്ലേഴ്സ്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതിൻ്റെ നോട്ട്സ് ഇന്നത്തെ ക്ലാസ്സിനോടൊപ്പം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ.